Ladies and gentlemen, this is Adarsh and welcome to my Conedy. ഇതിഹാസ പോലത്തെ ബോഡി സ്വാപ്പ് പടങ്ങളൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനത്തെ ഒരു പടം ഇപ്പോൾ OTTയിൽ വന്നിട്ടുണ്ട്. ഇതിഹാസയില് ഒരു മോതിരം ഇടുന്നു, ബോഡികൾ തമ്മിൽ സ്വാപ്പ് ആവും. എന്നാൽ ഇത് ഒരേ ബോഡിയിൽ രണ്ട് പേര്, ഒരാണും ഒരു പെണ്ണും. രാവിലെ 6 മണി തൊട്ടിട്ട് രാത്രി 6 മണി വരെ പെണ്ണ്, രാത്രി 6 മണി തൊട്ട് രാവിലെ 6 മണി വരെ ആണ്. സോ ബേസിക്കലി ഒരു തമിഴ് സിനിമേനെ ഡബിൾ ഒക്യുപ്പൻസി എന്നാണ് സിനിമയുടെ പേര്. ആമസോൺ പ്രൈമിലാണ് സ്ട്രീമിന്. ഒരു പ്രതീക്ഷയില്ലാതെ ഒന്നും കാണാനില്ലാത്തതുകൊണ്ട് കണ്ട പടമാണ്. എനിക്ക് വർക്കായി. ദിസ് ഇസ് ആക്ച്വലി നൈസ് ഫിലിം. എനിക്ക് അത്യാവശ്യം നല്ലൊരു സിനിമയായിട്ടാണ് തോന്നിയത്. അത്യാവശ്യം ഇന്നവേറ്റീവ് അല്ല ഈ കൺസെപ്റ്റ്, ക്രിയേറ്റീവ് അല്ല ഈ ഐഡിയ. ഓൾറെഡി ഇതിഹാസയിൽ വന്നു, അത് ശരിയാണ്. പക്ഷെ ഇവർ അതിനെ ഒന്നും കൂടി ഇന്നവേറ്റ് ചെയ്തിട്ട് ഒരേ ബോഡിയിൽ രണ്ടാൾ. ഇറ്റ്സ് നൈസ്, വെരി നൈസ്. ഇവർക്ക് ഒരു പ്രേമം കൂടി ഉണ്ടെങ്കിലോ, ഈ പെണ്ണിന് ഒരുത്തനെ ഇഷ്ടമാണ്. ഈ ചെക്കൻ, രാത്രി വരുന്ന ചെക്കന് ഒരു പെണ്ണിനെ ഇഷ്ടമാണ്. പിന്നെ നടക്കണ പുകിലൊന്നും പറയണ്ടല്ലോ. ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഖുശ്ബു സുന്ദറാണ്. ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണ്? ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നു അവരൊരു ക്യാമിയോ ചെയ്യുന്നു. നല്ല വൃത്തികെട്ട ട്രെൻഡ്. ഇത് ഏത് നൂറ്റാണ്ടിലാണ് ഇത് നിൽക്കാൻ പോകുന്നത് എനിക്ക് അറിയില്ല. ഖുശ്ബു ഇതില് ഒരു ക്യാമിയോയില് വരുന്നുണ്ട്. വലിയ ഗുമ്മൊന്നുമില്ല. അത് ബോസ് വെങ്കിട്ടിനും ഭാര്യയ്ക്കും കൊച്ചുങ്ങളൊന്നുമില്ല. 10-15 കൊല്ലമായിട്ട് കൊച്ചുങ്ങളൊന്നുമില്ല. എത്തിസ്റ്റ് ആയ ബോസ് വെങ്കിട്ട് അങ്ങനെ ദൈവത്തിന്റെ ഫ്രണ്ടിൽ പോയി പ്രാർത്ഥിക്കുകയാണ്. അവർക്കൊരു കൊച്ചുണ്ടാവുന്നു. ജനിക്കുമ്പോൾ ആ കൊച്ചു ആൺകുട്ടിയാണ്. പിന്നെ ആ കൊച്ചു മരിക്കുന്നു. സങ്കടം സഹിക്ക വയ്യാതെ ബോസ് വെങ്കിട്ട് വീണ്ടും ദൈവത്തിനോട് പോയി പ്രാർത്ഥിക്കുകയാണ്. പിന്നെ ആ കൊച്ച് പെണ്ണായി മാറുന്നു. ആൻഡ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാട്ട് എന്താ വെച്ചാ, ഈ കൊച്ചുങ്ങൾക്ക് ഒരു ബോഡിയിൽ തന്നെ രണ്ടാളുണ്ടല്ലോ, രണ്ടുപേർക്കും വെച്ച് പേര് രജനി. ആണാണെങ്കിൽ രജനികാന്തിന്റെ രജനി, പെണ്ണാകുമ്പൻ രജനി. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അവിടുന്ന് അങ്ങോട്ട് പടം നൈസാ. സിനിമയുടെ ഫസ്റ്റ് ഹാഫിൽ അത്യാവശ്യം ചിരിക്കാനുള്ള മൊമെന്റ്സ് ഒക്കെ ഉണ്ട്, എന്നാൽ വെറുപ്പിക്കുന്ന മൊമെന്റ്സും ഉണ്ട്. അത് ഞാൻ ഇല്ല പറയില്ല. പെർഫോമൻസ് വൈസ് പുതിയ പിള്ളേരാണ്. അതിലൊരു ചെറുക്കനുണ്ട്, ഈ രജനി പറഞ്ഞ ക്യാരക്ടർ മെയിൽ വേർഷൻ. കിഡു പെർഫോമൻസ് എടുത്തോ, കിഡു. എത്ര കൂൾ ആയിട്ടാണ് ആള് പെർഫോം ചെയ്യണത്. കോമഡി നന്നായി ചെയ്യുന്നുണ്ട്, എസ്പെഷ്യലി ഇമോഷണൽ സീൻസ് പെട്ടായിരുന്നു. ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫിലോട്ട് പോണ സമയത്ത് അത്യാവശ്യം വെറുപ്പിക്കലാണ്. ഈ റൊമാൻസ് പറഞ്ഞിട്ട് കുറെ പാട്ട് കുത്തിക്കേറ്റുണ്ട്, കുറെ വെറുതെ കിസ് അടിക്കുന്ന പരിപാടിക്ക് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പടം നശിച്ചു പറഞ്ഞിരിക്കുന്ന സമയത്ത് ലാസ്റ്റ് സർട്ടൻ ഇമോഷണൽ സീൻസ് ഉണ്ട്. പെട്ട സാധനമായിരുന്നു കേട്ടോ. ഭയങ്കര ഒരു സങ്കടം തോന്നി എനിക്ക് തോന്നി ഇതിന്റെ ക്ലൈമാക്സ് കണ്ടിട്ട്. അതിലൊക്കെ ആ ചെറുക്കന്റെ പെർഫോമൻസ് കിട്ടുമായിരുന്നു. ഫസ്റ്റ് ഹാഫിലൊക്കെ ഈ മറ്റേ എന്താണ് സംയുക്ത വിശ്വനാഥൻ അത്യാവശ്യം വെറുപ്പിച്ചിട്ടുണ്ട്. ആൻഡ് ടുവേർഡ്സ് ലാസ്റ്റ് ഇമോഷണൽ സീൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. എനിക്ക് ആ ഇമോഷണൽ സീൻസ് കാരണമാണ് ഞാൻ ഇത് നല്ല സിനിമ എന്ന് പറയുന്നത്. സെക്കൻഡ് ഹാഫ് അത്യാവശ്യം വെറുപ്പിക്കലും പരിപാടിയൊക്കെ ഉണ്ട്. മാക്സിമം ഈ സിനിമ ഫാമിലി ആയിട്ടൊന്നും കാണാതിരിക്കുക. ദിസ് ഇസ് നോട്ട് എ റേറ്റഡ്. പക്ഷെ അനാവശ്യമായിട്ട് കിസ് അടിക്കുന്ന കുറച്ച് സീനും പരിപാടിയൊക്കെ ഉണ്ട്. ഇതിൽ വില്ലനൊക്കെ തനി ഊള വില്ലനാണ്, ഒന്നിനും കൊള്ളാത്ത ഡമ്മി ഡൂക്കിലി വില്ലൻ. ഭയങ്കര പ്രഡിക്റ്റബിൾ ആണ്. നമ്മൾ ഇതിഹാസമൊക്കെ കണ്ടുകൊണ്ട് ഓൾമോസ്റ്റ് പ്രഡിക്റ്റബിൾ ആണ്. പക്ഷെ ടുവേർഡ്സ് എൻഡ് അവർ ട്വിസ്റ്റ് വെച്ചു. അത് വല്ലാത്തൊരു ട്വിസ്റ്റായി. ഞാൻ വേണ്ട, അത് പറഞ്ഞാൽ ശരിയാവില്ല, കാരണം ക്ലൈമാക്സ് പറഞ്ഞ പോലെയാണ്. പക്ഷെ അത് വല്ലാത്തൊരു വൃത്തികെട്ട ട്വിസ്റ്റായി. ഒരു ഹാപ്പി എൻഡിങ്ങിൽ പടം നിർത്തിയാൽ നിങ്ങൾക്കൊക്കെ എന്താ പ്രശ്നം എന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഇത് വെറുതെ ആളെ കരയിപ്പിക്കാൻ. സാം CS ആണ് ഇതിന്റെ മ്യൂസിക് വർക്ക് ചെയ്തിരിക്കുന്നത്. ടുവേർഡ്സ് എൻഡിലുള്ള പാട്ടൊക്കെ പെട്ടായിരുന്നു. 1-2 സോങ്സ് നൈസ് ആയിരുന്നു. സോ വേണ്ടവർ കണ്ടു നോക്കുക. അത്യാവശ്യം നല്ല പടമായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. വൻ മാസ്റ്റർ പീസ് ആണ് എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. ഒരു നൈസ് ഫിലിം. ഇങ്ങനത്തെ ബോഡി സ്വാപ്പ് കൺസെപ്റ്റ്സ് ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ try it out. Double Occupancy is streaming on Amazon Prime.